നമ്മുടെയൊക്കെ വീടുകളിൽ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, വെള്ള കടലയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഈ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ അളവിൽ ക്യാരറ്റ് കൊടുക്കും, വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതേപോലെ ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമുക്കിത് അടുപ്പത്തിട്ട് വെക്കാം. ഒരു 3 വിസിലോ അല്ല 4 വിസിലോ എങ്കിലും ഒന്ന് അടിക്കട്ടെ. ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അല്പം വെള്ളം ഒഴിച്ച് അരച്ചു വെക്കുക. കാര്യം കടലക്കറി ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇച്ചിരി ചാറ് വേണം. കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് താഴോട്ട് വെക്കാം. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ട് ഒരു കടായി അങ്ങോട്ട് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളക്, കൂട്ടത്തിൽ ഒരു അല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഈ സവോളയും കൂടെ അതിൻ്റെ അകത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വലുത് നോക്കി നല്ല പഴുത്ത ഒരു തക്കാളി, ഈ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് ഇടും. ഈ കടലയും ഈ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. വേണ്ട, ഒന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഈ ജാറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിനകത്തുള്ള അരപ്പൊടി ഇങ്ങോട്ട് എടുക്കാം. അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളൂ. അടിപൊളി ടേസ്റ്റിയുള്ള കറിയാട്ടോ. ഒന്നും സംശയിക്കട്ടെ, ധൈര്യമായിട്ട് ചെയ്തു.